ചില്ലറയൊന്നുമല്ല അമ്മാവന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. 9,12,000 ഉറുപ്പ്യ. അത് നാളെ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുക. മതി മതി. നീ ആ റൊട്ടി കൂടി കഴിക്ക്. പണം കൊടുത്താലേ താക്കോല് തരുമെന്ന്, അത് അടുത്ത ന്യായ. ചന്ദ്രേട്ടനത് നിന്റെ പേരിൽ എഴുതി വെച്ചത് ഒരു കണക്കിന് നന്നായി. നിന്റെ സമ്മതമില്ലാതെ ആ ആധാരം കൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ കൊണ്ട് ഒപ്പിടിച്ച് അത് സ്വന്തമാക്കാനുള്ള ഭീഷണിയായി ഇതൊക്കെ. തെണ്ടി. ഇപ്പൊ തെണ്ടാൻ പോകുന്ന അയാളല്ല ഞാനാ. അരുന്തേട്ടാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇന്നെ രക്ഷിക്കാൻ നിങ്ങളെ നിലയിലൊന്നും തോന്നില്ലേ? 9 ലക്ഷം പോയിട്ട് 10,000 രൂപ തികച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. പ്രകാശ, ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. നീ ആ കടയും സ്ഥലവും അയാൾക്ക് എഴുതി കൊടുത്തിട്ട് ആ കട തീർക്ക്. എന്നിട്ട് നീ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോ. നാട്ടിലാവുമ്പോൾ നമ്മുടേതെന്ന് പറയാനും നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ കാണും. പണ്ട് ഗതികേട് കൊണ്ടാ ഞാനും ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. നിനക്ക് ഇനി സമയമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തക്കാരുള്ള നാട് തന്നെയാണ് നമ്മുടെ നാട്. അരവിന്ദേട്ടൻ പറയുന്നതാ ശരി. എവിടെയായാലും നമ്മളെ അറിയാനും സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. അങ്ങനെ പറയാൻ ഇക്കിപ്പോ ഈ ഭൂമിയിൽ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. അപ്പൊ ഇതല്ലേ എന്റെ നാട്. ആടെ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ ഇറങ്ങാ. ഒറ്റക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ. ഞാൻ എന്താ കുട്ടിയാ?